ഒരു സ്പീക്കറിന്റെ ബേസ് പെർഫോമൻസ് അറിയാൻ എന്തൊക്കെ ഡാറ്റ വേണമെന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. സാധാരണ നമ്മളൊരു സ്പീക്കർ വാങ്ങുമ്പോൾ നമുക്കതിനെ അറിയാവുന്നത് ഇതിന് എത്ര ഇഞ്ചാണെന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വാട്ടേജ് അല്ലെങ്കിൽ ഇതിൻ്റെ ഓംസ്, സാധാരണ അതിൻ്റെ ബാക്കിൽ അതിൻ്റെ വാട്ടേജും അതിൻ്റെ ഓംസും എഴുതിയിട്ടുണ്ടാവും. ചിലപ്പോൾ കടയിൽ കിട്ടുന്ന ബോക്സിൽ അതിൻ്റെ സെൻസിറ്റിവിറ്റി കൂടി എഴുതിയിട്ടുണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു സ്പീക്കറിൻ്റെ കൂടെ കിട്ടുന്ന ഡാറ്റ. അപ്പോൾ ഈ ഡാറ്റയിൽ നിന്ന് നമുക്കിത് ബേസ് പെർഫോമൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്പീക്കർ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് 3 കാര്യങ്ങളാണ് മെയിൻലി കിട്ടുക. ഒന്ന്, അതിൻ്റെ വാട്ടേജ്, അതിൻ്റെ ഇംപീഡൻസ്, അതിൻ്റെ വീതി, അതായത് അത് എത്ര ഇഞ്ചിൻ്റെ ആണെന്ന്, 5 ഇഞ്ചോ 6 ഇഞ്ചോ 10 ഇഞ്ചോ എത്രയാണെന്നുള്ള വീതി, അത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ പറ്റുക. ഇതിൽ നിന്ന് നമുക്ക് ബേസ് കണ്ടുപിടിക്കാൻ കഴിയില്ല. എങ്ങനെയാണ് ഇതിൻ്റെ ബേസ് പെർഫോമൻസ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിയില്ല. അത് കണ്ടുപിടിക്കാനെങ്കിൽ നമുക്ക് അതിൻ്റെ വേറൊരു പാരാമീറ്ററിൻ്റെ ആവശ്യമുണ്ട്. അതാണ് അതിൻ്റെ TS പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. സാധാരണ ഇതൊരു പിയർലെസ് ടിംഫാനിയുടെ ഡ്രൈവറാണ്. ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ഡ്രൈവറാണ്. ഇങ്ങനത്തെ ഡ്രൈവേഴ്സിൻ്റെ സൈറ്റിൽ പോയിട്ട് ഇതിൻ്റെ ബാക്കിലുള്ള ഈ ഡ്രൈവറിൻ്റെ നമ്പർ, അതായത് ഇതിൻ്റെ മോഡൽ നമ്പർ TC9FD1808, ഈ മോഡൽ നമ്പർ നമ്മൾ നെറ്റിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് TS പാരാമീറ്റേഴ്സ് കിട്ടും. ഇതുപോലത്തെ ഡ്രൈവേഴ്സിന് നമുക്ക് TS പാരാമീറ്റേഴ്സ് ലഭ്യമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ കണ്ടുപിടിക്കും ഇതിൻ്റെ ബേസ് പെർഫോമൻസ്? അതിന് നിങ്ങൾക്ക് ഇതിൻ്റെ TS പാരാമീറ്റേഴ്സ് വളരെ ഈസി ആയിട്ട് അളക്കാൻ പറ്റും. അത് അളക്കണതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഇടാം, അല്ലെങ്കിൽ എൻ്റെ സ്ട്രീമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. അപ്പോൾ ആ വീഡിയോയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള അൺനോൺ TS പാരാമീറ്റേഴ്സ്, അൺനോൺ ആയിട്ടുള്ള ഡ്രൈവേഴ്സിൻ്റെ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ TS പാരാമീറ്റേഴ്സിൽ മെയിൻലി വരുന്നത് FS, അതായത് ഇതിൻ്റെ റെസൊണൻസ് ഫ്രീക്വൻസി. ഒരു ഡ്രൈവറിൻ്റെ ബേസ് പെർഫോമൻസ് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ FS-നാണ്. അപ്പോൾ FS എന്നുള്ളത് റെസൊണൻസ് ഫ്രീക്വൻസി കുറഞ്ഞു കഴിയുമ്പോൾ, അതായത് ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ 30യും ഇതിൻ്റെ 50 ആണെന്നിരിക്കട്ടെ റെസൊണൻസ് ഫ്രീക്വൻസി. അപ്പോൾ ഇതിൻ്റെ 50 ആണ് വരുന്നത്, ഇതിൻ്റെ 30 ആണ്. അപ്പോൾ ഈ 30 കുറഞ്ഞ FS ഉള്ളതിനായിരിക്കും കൂടുതൽ ബേസ് പെർഫോമൻസ് വരുന്നത്. അങ്ങനെ റെസൊണൻസ് ഫ്രീക്വൻസി മാത്രം ഡിപ്പെൻഡൻ്റ് അല്ല, ഇത് എക്സ്മാക്സ്, അതായത് ഇതിൻ്റെ കോയിൽ മൂവ് ചെയ്യുന്ന ലെങ്ത്, ഇതിൻ്റെ ഉള്ളിൽ മാഗ്നറ്റിൻ്റെ ഉള്ളിൽ കോയിൽ മൂവ് ചെയ്യാൻ ഡിസ്ട്രോഷൻ ഇല്ലാതെ മൂവ് ചെയ്യുന്ന ഒരു ലെങ്ത് ഉണ്ട്. ആ ലെങ്ത്, പിന്നെ ഇതിൻ്റെ മൂവിങ് മാസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കോൺ മൂവ് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ സ്പൈഡർ മൂവ് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ കോയിൽ മൂവ് ചെയ്യുന്നുണ്ട്, അവയുടെ എല്ലാം മാസ്, ഇതെല്ലാം ബേസ് പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. ബേസ് പെർഫോമൻസ് അതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ഇതിൻ്റെ SPL, ഇതിൻ്റെ പവർ ഹാൻഡ്ലിംഗ് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ജസ്റ്റ് എഴുതിയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ശരിക്കും നമുക്ക് RMS പവർ ഹാൻഡ്ലിംഗ് ആണ് അറിയേണ്ടത്. അപ്പോൾ അത്രയും പാരാമീറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിന് ബേസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും, ഇത്രയും പാരാമീറ്റേഴ്സ് എന്നൊക്കെ നമ്മൾ എങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കും ഇതിൻ്റെ ബേസ് പെർഫോമൻസ്? നിങ്ങളൊന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ പാരാമീറ്റേഴ്സ് ഒക്കെ WinISD പോലുള്ള ഒരു സിമുലേഷൻ സോഫ്റ്റ്വെയർ, അതായത് ബോക്സ് സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയറിലേക്ക് ഇതിൻ്റെ പാരാമീറ്റേഴ്സും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കാണിച്ചു തരും ഏതിനാണ് കൂടുതൽ ബേസ് പെർഫോമൻസ്, ഏതാണ് കൂടുതൽ ലോ എൻഡ് ബേസിലേക്ക് പോകുന്നത്, ഏതിനാണ് കൂടുതൽ SPL തരാൻ കഴിവുള്ളത്. അങ്ങനെയുള്ള എല്ലാ കമ്പാരിസൺസും അത് കാണിച്ചു തരും. നമ്മൾ ഒരു കാൽക്കുലേഷൻ ചെയ്യേണ്ട കാര്യമില്ല. 1-2 തവണ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് അത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു ഡ്രൈവറിൻ്റെ ബേസ് പെർഫോമൻസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങുന്ന ഡ്രൈവർ ആണെങ്കിലും അതിൻ്റെ TS പാരാമീറ്റേഴ്സ് അളന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും ഇത് എത്ര വരെ അത് പെർഫോം ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇതൊരു 130 വരെയൊക്കെയാണ് പെർഫോം ചെയ്യുക. ഇത് അതിലും താഴേക്ക്, കുറച്ചും കൂടി താഴേക്ക് പെർഫോം ചെയ്യും. ഒരു വൂഫർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലും വളരെ താഴേക്ക് പെർഫോം ചെയ്യും. നിങ്ങൾക്ക് 2 സബ് വൂഫർ എടുക്കുക. ആ സബ് വൂഫറിന് കൂടുതൽ പെർഫോമൻസ് കിട്ടാൻ ഏത് ഡ്രൈവറാണ് വാങ്ങേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ TS പാരാമീറ്റേഴ്സ് സൈറ്റിൽ പോയിട്ട് നോക്കിയാൽ മതി. അതിന് ലോവർ FS ഉള്ളത്, ഒന്നിൻ്റെ 30ഉം മറ്റതിൻ്റെ 25ഉം ആണെങ്കിൽ 25 ഉള്ളതിനായിരിക്കും കുറച്ചും കൂടി കൂടുതൽ വരിക. പക്ഷെ അതിൻ്റെ പാരാമീറ്റേഴ്സ് എല്ലാം എടുത്തിട്ട് നിങ്ങൾ WinISD പോലെയുള്ള സിമുലേഷൻ സോഫ്റ്റ്വെയറിൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും ഏത് ഡ്രൈവറാണ് കൂടുതൽ നന്നായിട്ട് ബേസ് പെർഫോം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. പിന്നെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഓഡിയോയിലൊക്കെ ഇൻട്രസ്റ്റഡ് ഉള്ള ഫ്രണ്ട്സിലേക്ക്, കൂടുതൽ നല്ല ബോക്സുകൾ പണിയാനും കൂടുതൽ
ഡ്രൈവേഴ്സിനെ പറ്റിയിട്ടും മ്യൂസിക്കിനെ പറ്റിയിട്ടും നമ്മുടെ ഓഡിയോനെ പറ്റിയിട്ടുമുള്ള ഡിസ്കഷൻസ് ആണ് നമ്മുടെ ചാനലിൽ അധികം നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ഡേ.